എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെന മസാലയാണ്. വെള്ളത്തിലിട്ട് 2-3 വട്ടം കുതിർത്തിയെടുത്ത വെള്ളക്കടലേനെ നമുക്ക് ഒരു 2-3 വിസിലിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിൽ പ്രത്യേകമായിട്ട് നമ്മുടെ കറികളിൽ ഇടുന്ന ഉപ്പ് നമുക്ക് ഇട്ടെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് 10 മിനിറ്റ് ഒക്കെ നമുക്ക് ഇത് വേവിക്കാൻ പറ്റാം ഗൈസ്. എല്ലാവരും അറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേന മസാലയ്ക്ക് ആവശ്യമായ മസാല പൊടികളൊക്കെ ചേർത്തിട്ടുള്ള മസാലകൾ ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ അരിഞ്ഞിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം. പട്ട, ഗ്രാമ്പു അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ നമുക്ക് ഇതിൽ ഇട്ടതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഇതിൽ കൂടെ ഇനി തക്കാളി ഇടാൻ പറ്റുള്ളൂ. കുക്കറിൽ കടലായിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ, നമുക്ക് മസാല ആഡ് ചെയ്യാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇപ്പം ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. അതും കൂടി ഇട്ട് കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് നമ്മുടെ കട്ടത്തൈരും പിന്നെ നമ്മൾ വാട്ടിയുണ്ടാക്കിയ ഉള്ളി അതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ പാടെ ഈ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. കട്ടത്തൈര് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ഇടും. പുളി ഇടും. നമുക്ക് ഈ ജാറ് വരുന്നത് അരിച്ച് നമുക്ക് നല്ല അരച്ച് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ചട്ടിക്ക് വെച്ച് നമുക്ക് എണ്ണ നമുക്ക് നമ്മൾ ആദ്യം എടുത്ത ചട്ടി തന്നെയാണ് എടുത്തുള്ളത്. നമുക്ക് അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് അതിക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്ക്വിഷി പേസ്റ്റ് ആട്ടോ. ഇത് നന്നായിട്ട് ചൂടായിട്ടെടുക്കാം എണ്ണയിൽ. ഇതിൻ്റെ ബാക്കിയുള്ള ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. സൗണ്ടൊക്കെ ആക്കപ്പെടെ പോയി. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് പോലെ ഇരിക്കുന്നത്. എന്ത് രസമല്ലേ കാണാൻ. വേവിച്ച് വെച്ച കടല നമുക്ക് ഈ ഒരു പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കാം. നല്ല ക്രീമായിട്ടുള്ള കടലക്കറി നോക്കൂ. ഇത് കുറച്ചും കൂടി ആവാണ്ട് നമുക്ക് നല്ല ഇളക്കി നല്ല അടിപൊളി ചെയ്ത കൈവരി പിള്ളപ്പിള്ള തിളക്കുന്ന നമ്മുടെ സ്വന്തം കടലക്കറി നോക്കൂ. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ല സൗന്ദര്യമുള്ള അടിപൊളി കറി ഉണ്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് പറയണേ. അല്പം പുതിനേൻ്റെ ഇട്ട് കൊടുക്കട്ടോ. കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ചേന മസാല.